ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം സ്നാക്സ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 1 കപ്പ് എടുത്താലും 1/2 കപ്പ് എടുത്താലും പിന്നീട് എടുക്കുന്ന അളവുകളൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പിന് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റവയും തേങ്ങയും പാടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ തേങ്ങ വെച്ചിട്ട് ഈ ഒരു റവ നനച്ചെടുക്കണം കേട്ടോ. പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ തന്നെ കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക തിരുമ്മിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഈ റവയിൽ പിടിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. നമ്മൾ വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എന്താ പറയുക നമുക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് റവ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുട്ടിനൊക്കെ നനച്ചെടുത്ത പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കൂടുതലായിട്ട് മധുരമുള്ളൊരു സ്നാക്സ് അല്ല കേട്ടോ. ഒരു ഇളം മധുരമുള്ളൊരു സ്നാക്സാണ്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ഇളം മധുരത്തിൽ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ടീസ്പൂണോടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ 2-3-4 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മധുരം നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കും. അപ്പോൾ ലൈറ്റ് മധുരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മുടെ സ്നാക്സിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണം ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത്. അധികമൊന്നും ചേർത്തിട്ടില്ല. 2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് റവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കൂടുതലായി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതായി കിട്ടും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. വളരെ ലോയിലിടണം കേട്ടോ ഫ്ലെയിം. എന്നിട്ട് വേണം 2 മിനിറ്റ് നേരം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇതുപോലെ. അപ്പോഴേക്കും തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഏകദേശം ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുള്ളൂ. നല്ല റോസ്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ കളർ മാറാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറും. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. സാധാ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. 1/4 കപ്പ് റവ എടുത്തപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് റവ എടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് എടുത്തുകൊണ്ട് 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലെ ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ റവ നല്ലപോലെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ വെള്ളം ഏകദേശം വെറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ ഒരൊറ്റ കട്ടായിട്ട് കിട്ടുമല്ലോ ആ രീതിക്ക് ആയി കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് വലുതെടുക്കുക. അപ്പോഴേ പെട്ടെന്ന് തണുത്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവി പോയി കിട്ടും. റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് കുറച്ച് റിസ്ക് ആണെന്ന്. പക്ഷേ എല്ലാം വളരെ സിമ്പിളാട്ടോ ഇത് ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ റവയുടെ മിക്സൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തണുത്തിട്ടില്ല. ചെറിയൊരു ചൂടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും കുഴക്കണ പോലെ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. എല്ലാതും പാടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി.
ഇതിൽ നമ്മൾ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് ഒന്നും കൂടെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടിച്ചെങ്കിൽ ആ ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഷേപ്പിലൊന്നുമില്ല കേട്ടോ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഷേപ്പോ ഏത് മോഡൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും. ഞാനിവിടെ ഇതോ കണ്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ സിമ്പിളാണല്ലോ, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇനി ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പുറം വശം ചെറുതായിട്ട് ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടും. നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൻ്റെ അത്ര വലുപ്പത്തിലാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലുപ്പം കുറക്കുക, അതുപോലെ തന്നെ കൂട്ടൊക്കെ ചെയ്യാം. ഇതാകുമ്പോൾ ഒരു കറക്റ്റ് അളവാണ്. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നാൽ ഇത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 3/4 കപ്പ് റവൻ്റെ അളവിൽ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റവ വറുത്ത ആ പാൻ തന്നെ കേട്ടോ ഞാൻ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഓയിലൊന്നും വേണ്ട. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടാകണം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊരു ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കണം. റവ നമ്മൾ ആദ്യം തന്നെ വേവിച്ചത് കാരണം ഉള്ളു വേവേണ്ട ആവശ്യമില്ല. പുറം വശം ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആവണം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് ആവണം. അപ്പോൾ അതായിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് കണ്ടോ ഈ ഒരു ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു വശം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ 2 സൈഡും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി കൂടുതലായിട്ട് കളറ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരും, ഒരു ചുവ വേറെ വരും. റവ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും ചെയ്യട്ടോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റവയും തേങ്ങയ്ക്ക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. പുറം വശം ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ട്, ഉൾവശം നല്ല സോഫ്റ്റാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.